الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في القرآن المجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും അതറിയിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന വിഷയമാണ് തുടർച്ചയായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക പ്രത്യേകതകളെ കുറിച്ചാണ് ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് മുതൽ തുടങ്ങുന്ന ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകളെയാണ് നമ്മൾ പഠന വിധേയമാക്കാൻ പോകുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഏറ്റവും മനോഹരമായ സ്വഭാവമായിരുന്നു അവിടുന്ന് ഉണ്ടായിരുന്നത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയായ സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയത് മാ റഅയ്തു അഹ്സന ഖുലുഖൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഈ പറയുന്നയാള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യമാര് നമുക്ക് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ഭാര്യമാര് നമ്മളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്തായിരിക്കും പറയാന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്.
അവിടെയാണ് സഫിയ ബീവിയുടെ സ്വഹാബത്തിനും മറ്റുള്ളവർക്കുമൊക്കെ എത്താൻ പറ്റുന്ന രൂപത്തിൽ ഈ വിഷയം വിശദീകരിക്കുന്നത്. നബിതങ്ങളെക്കാൾ മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയായ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല എന്ന്. അത്രയും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ നമുക്ക് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിന്മേലാകുന്നു എന്നാണ്. ഏറ്റവും ഉന്നതമായ സ്വഭാവമാണ് നിന്റേത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തി പ്രവാചകനെ പ്രശംസിച്ചത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ലമ്മാ സുഇലത് അൻ ഖുലുഖിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പത്നിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മഹദി അവറുകളുടെ മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം മുഴുവനും രൂപീകരിച്ചത് ഖുർആനിന്റെ അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ എന്താണോ പറഞ്ഞത് അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, വമഅന ഹാദാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാറം ദിസാലൽ ഖുർആനി ആമിറൻ അംറൻ വനഹിയൻ സജിയതൻ ലഹു വഖുലുഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളും പരിശുദ്ധ ഖുർആനിന്റെ വിലക്കുകളും ജീവിതത്തിൽ നടപ്പിലാക്കുക എന്നത് അവിടുത്തെയുടെ സഹജമായ സ്വഭാവവും അവിടുത്തെയുടെ ലക്ഷണവുമാണ് എന്നാണ്. ഒന്നും കൂടെ പറയാം, ഫമഹ്മാ അമറഹുൽ ഖുർആനു ഫഅലഹു വമഹ്മാ നഹാഹു അൻഹു തറക്കഹു. ഖുർആൻ ഏതൊരു കാര്യം കൽപ്പിച്ചുവോ അത് നബി തങ്ങൾ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരും. ഖുർആൻ ഏതൊരു കാര്യമാണോ വിലക്കിയത് അത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കാൻ നബി തങ്ങൾ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ മുന്നോട്ട് വെച്ച ഏതൊക്കെ സ്വഭാവ മഹിമകൾ ഉണ്ടോ അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം ദർശിച്ചു എന്നാണ്. സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അല്ലാഹുവിനോട്. ഈ പ്രാർത്ഥന നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊക്കെ പലതും അള്ളാഹുവിനോട് ചോദിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുമ്മ കമാ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹുവേ, എൻ്റെ ശരീരം, എൻ്റെ രൂപം നീ മനോഹരമാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെയും നീ മനോഹരമാക്കണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. നബി തങ്ങളുടെ ശരീരത്തിന്റെ ഘടനയൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ കേട്ടതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കില്ല. അത്രയും സുന്ദരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സൃഷ്ടിച്ചു. അതുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ അതിന്റെ ആദ്യ ഭാഗം പറഞ്ഞിരുന്നു. അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കൂടിയുണ്ട്, ഖുലിഖത മുബറഅം മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ട നിലക്കാണ് നബിയെ അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചിട്ടുള്ളത്. കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഇഷ്ടപ്പെട്ടതുപോലെ അങ്ങയെ സൃഷ്ടിച്ചതുപോലെയുണ്ട് നബിയെ. ഇത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാട്ടോ. പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും ഒരു കവിയുടെ വർത്തമാനമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുയായി, ഏറ്റവും അടുത്ത അനുചരൻ, പ്രവാചകന്റെ കൂടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ കവിത പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചപ്പോൾ തിരിച്ചു കവിത പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്ത ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ജിബ്രീലിനെ കൊണ്ട് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തട്ടെ എന്ന്. ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്.
അപ്പൊ അത്രയും മനോഹരമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. പ്രവാചകൻ പറയാണ്, അള്ളാഹുവേ നീ എൻ്റെ ശരീരം, എൻ്റെ രൂപം നല്ല ഭംഗിയുള്ളതാക്കി തന്നു, അതുകൊണ്ട് റബ്ബേ എൻ്റെ സ്വഭാവം കൂടി ഒന്ന് നന്നാക്കി തരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മനോഹരമാക്കി തരണേ അല്ലാ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത് കൂടി അറിയണം. മോശമായൊരു സ്വഭാവവും ഇല്ലാത്തൊരാൾ. നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണമല്ലേ? നമ്മുടെയൊക്കെ സ്വഭാവം, ചില ആളുകളൊക്കെ പറയും എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കണില്ല എന്ന് പറയും അല്ലേ? അത്രക്ക് മുന്തിയ സ്വഭാവമാണ് നമ്മുടെതൊക്കെ. എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കൂല എന്നാ പറയാം. അവിടെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശിഖാഖി വന്നിഫാഖി വസൂഇൽ അഖ്ലാഖ്. അല്ലാഹുവിനോട് ദുആ രക്കുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിനോട് കാവൽ തേടുന്നതറിയോ? അള്ളാഹുവെ സത്യത്തിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിൽ നിന്നും, കപടപ്രവർത്തനങ്ങളിൽ നിന്നും, കാപട്യത്തിൽ നിന്നും, മോശമായ അഥവാ ദുസ്വഭാവങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശിഖാഖി വന്നിഫാഖി വസൂഇൽ അഖ്ലാഖ്. സത്യം, ആ സത്യത്തിൽ നിന്ന് അതിനോട് എതിര് പ്രവർത്തിക്കുക, സത്യത്തോട് എതിർപ്പ് കാണിക്കുക, അതൊരിക്കലും എന്നിൽ ഉണ്ടാവരുതല്ല. എന്നെ നീ കാത്തു രക്ഷിക്കണേ അല്ല. സത്യത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത. രണ്ടാമത്തത് കാപട്യം, അത് നീ എന്നിൽ തരല്ലേ അല്ല. ഉള്ളും പുറവും ഒരുപോലെ ഒരേ രൂപത്തിലുള്ള ആളാക്കണം എന്നെ. അതോടൊപ്പം തന്നെ ദുസ്വഭാവങ്ങളിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളാലോചിച്ചൊക്കെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ പ്രവാചകന്റെ പ്രാർത്ഥനയാണിതെന്ന് വരുമ്പോൾ നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണമല്ലേ സഹോദരങ്ങളെ? ഈ രണ്ട് പ്രാർത്ഥന ശരിക്കും പഠിച്ചു വെച്ചോളണം കേട്ടോ. നമ്മുടെയൊക്കെ ശരീരം അള്ളാഹു ഭംഗിയാക്കി തന്നിട്ടുണ്ട് അല്ലേ? മനോഹരമായ ഭംഗിയുള്ള ശരീരം തന്നെയാണ് എല്ലാവരുടേതും. അള്ളാഹു നമുക്ക് ഭംഗിയുള്ള ശരീരമാണ് തന്നിട്ടുള്ളത്. നമ്മുടെ രൂപം ഭംഗിയുള്ളതാക്കിയതുപോലെ നമ്മുടെ സ്വഭാവവും ഭംഗിയാക്കി തരണമെന്ന് റബ്ബിനോട് ദ്വാരക്കണം. ശേഷം ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനയും പ്രാർത്ഥിക്കണം. സത്യത്തോട് വെറുപ്പ് കാണിക്കുന്നതിൽ നിന്നും, കാപട്യത്തിൽ നിന്നും, ദുസ്വഭാവങ്ങളിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് റബ്ബിനോട് ദ്വാരക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്കൊന്ന് പോകാം അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലേക്കൊന്ന് പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ? ഞാൻ പറയാൻ പോകുന്ന ഓരോ വിഷയങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കേവലം ഒരു മിമ്പറിൽ നിന്ന് നടത്തുന്ന പ്രഖ്യാപനങ്ങളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് വെറും കുറെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറയുന്നത് അത് അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമനായവൻ, ഖൈറുക്കും ലി അഹ്ലിഹി, നിന്റെ കുടുംബത്തോട്, ഒരുവൻ അവന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ആരാണോ അവനാണ് ഉത്തമൻ. വ അന ഖൈറുക്കും ലി അഹ്ലി, വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അപ്പോൾ ഒരു വെറും വർത്താനായിരുന്നില്ല, അത് ജീവിതഗന്ധിയായിരുന്നു എന്നാണ്. അത് ജീവിതഗന്ധിയായിരുന്നു എന്ന് പറയേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ ചൂടും ചൂരുമറിഞ്ഞു പ്രവാചകനോടൊപ്പം ജീവിച്ച അവിടുത്തെ സഹധർമ്മിണിമാര് പറയണം. അവർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഞാൻ റസൂലുള്ളാഹിനേക്കാൾ സുന്ദരമായ സ്വഭാവത്തിന്റെ ഉടമയുള്ള ഒരാളെയും കണ്ടിട്ടില്ല. സഫിയ ബീവിയുടെ സ്റ്റേറ്റ്മെന്റ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുഹു വൽ ഖുർആൻ, ഖുർആൻ മുന്നോട്ട് വെച്ച ഏതൊക്കെ നല്ല സ്വഭാവങ്ങൾ ഉണ്ടോ അതെല്ലാം അവിടത്തേക്ക് ഉണ്ടായിരുന്നു. ഇനി എന്ത് കിട്ടണം? ഇനി എന്ത് കിട്ടണം? ഇവിടെയാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാർ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, ഗ്രഹനാഥന്മാർ, നമ്മൾ ഓരോരുത്തരും അറിയണം, എൻ്റെ വീട്ടിൽ ഞാൻ നന്നായി പെരുമാറുന്നവനാണോ? എല്ലാവരും പറയും, ഞാൻ അവർക്ക് വേണ്ടി രാവിലെ ചായക്ക് പാൽ കൊണ്ട് കൊടുക്കും, കടി കൊണ്ട് കൊടുക്കും, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കും, അവർക്ക് വസ്ത്രം വേണേ മേടിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. അത് പോരാട്ടോ, അതല്ല വിഷയം. അതിനപ്പുറത്തൊരു തലമുണ്ട്. ഇതെല്ലാവരും ചെയ്യണമാണ്.
നിങ്ങൾ മാത്രമല്ല, അതായത് നമ്മൾ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ പ്രവർത്തനത്തിൽ അത് ചെയ്തു കൊടുക്കലുണ്ട്. നമ്മളെ വേർതിരിക്കുന്ന ഒരു ഘടകമുണ്ട്. അവിടെയാണ് പ്രവാചകൻ എന്ന ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മഹദി അവர்கள் നമ്മളോട് പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ പ്രവർത്തനത്തെ കുറിച്ച്. ആയിഷ എന്നാണ് പ്രവാചകന്റെ ഭാര്യയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും യാ ആയിഷ്, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ, അങ്ങേയറ്റത്തെ വാത്സല്യത്തോടെ പ്രവാചകൻ ആയിഷ ബീബി വിളിക്കുന്നത് യാ ആയിഷ്, തീർത്ത് വിളിക്കൂലായിരുന്നു. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കും എങ്ങനെ, യാ ഹുമൈറ. ഹുമൈറ എന്ന് പറഞ്ഞാൽ അഹ്മർ, ഹംറ. ഹുമൈറ എന്ന് പറഞ്ഞാൽ ചുവന്ന് തുടുത്തവളെ. ഭാര്യയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് ഭാര്യ വിളിക്കാൻ. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി വിളിക്കും യബ്നത സിദ്ദീഖ്, പ്രഗൽഭനായ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ചേർത്തുകൊണ്ട് ആയിഷ ബീബി വിളിക്കും റസൂലുള്ളാഹി യബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ പൊന്നുമോളെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണത്. നമ്മളൊക്കെ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ കണ്ണേ കറളെന്നൊക്കെ വിളിച്ചെന്നിരിക്കും അല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ ശൈലിയൊക്കെ മാറി തുടങ്ങും. പക്ഷെ ഇത് ഏതെങ്കിലും ഒരു ദിവസമല്ല കേട്ടോ, ജീവിതകാലം മുഴുവനും. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയപ്പെടുന്നത്. ഈ പ്രവാചകനെ വായിച്ചെടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടില്ലേ. അവിടെ നിന്നല്ലേ സ്വഭാവത്തെ രൂപീകരിക്കേണ്ടത്, നമ്മുടെ പ്രവർത്തനങ്ങളെ രൂപീകരിക്കേണ്ട അവിടെ അല്ലേ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൽ ചെറിയൊരു വാചകം കൂടി പറയാം, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഖവ്വാമിയത്തുള്ള ആളാണെന്ന് പറയാം. ഖവ്വാമിയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ അധികാരമുള്ളയാളാണ് എന്നാണ് നമ്മളൊക്കെ അർത്ഥം വെക്കുക. അല്ല, ഉത്തരവാദിത്വമുള്ളയാളാണ്. ഖവ്വാമിയത്ത് മൂന്നെണ്ണാണ്, ഞാനതിനെ മൂന്നായി പറയാം. ഖവ്വാമിയത്ത് ത്യാഗമാണ്. ഖവ്വാമിയത്ത് എന്ന് പറയപ്പെടുന്നത് അത് സഹനമാണ്. ഖവ്വാമിയത്ത് എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല സേവനമാണ്. ഉത്തരവാദിത്തമാണ്, സേവനമാണ്, സഹനമാണ്. ഇത് മൂന്നും ചേരുന്നതാണെന്ത് ഖവ്വാമിയത്ത് എന്ന് പറഞ്ഞാൽ. ഏറ്റവും മൃദുലമായി അവരുമായി ഇടപഴകുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഞാനതങ്ങനെ വിശദീകരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ അറിയേണ്ടത്, ഞാനൊരു ഭർത്താവാകുമ്പോൾ എൻ്റെ ചൊൽപ്പടിക്കല്ലേ അവൾ നിൽക്കേണ്ടത്, ഞാൻ പറയുന്നതിനപ്പുറത്തുക്കാൻ പറ്റൂല, അവൾ എൻ്റെ താഴെയല്ലേ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അല്ല, സൗജ് എന്നാണ് ഖുർആൻ പറഞ്ഞത്, ഇണ എന്നാണ് അർത്ഥം. ഇണ എന്ന് പറഞ്ഞാൽ രണ്ടും തുല്യമാണ്. അവിടെ ഭർത്താവിന് ചില ഉത്തരവാദിത്വങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടെന്നത് ശരി തന്നെയാണ്, ഭാര്യയ്ക്കും ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നിർമ്മലനായിരുന്നു, ഏറ്റവും അടുത്ത് ബന്ധമുള്ളയാൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ കുറച്ചും കൂടെ അത്ഭുതപ്പെടും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, കാനത്ത് തഗ്സിലു മഅഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദ് ഫയഖൂലു ലഹാ ദഈലി വതഖൂലു ലഹു ദഈലി. ആയിഷ ബീബി പറയാണ്, ഞാനും നബിയും ഒറ്റ പാത്രത്തിൽ നിന്ന് വെള്ളം കോരി എടുത്ത് കുളിക്കാറുണ്ടായിരുന്നു. അപ്പൊ റസൂൽ എന്നോട് പറയും, എനിക്കല്പം ബാക്കി വെച്ചേക്കണേ ആയിഷ. അപ്പൊ ഞാൻ റസൂലുള്ളാഹിനോടും പറയും, നിങ്ങളും കുറേ കോരി കുളിക്കലേ, എനിക്കും കുറച്ച് തരണേ എന്ന് ഞാനും പ്രവാചകനോട് പറയാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ആരാണിതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ MD ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം നിലയും മാറി. എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനവും മഹത്വവും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര കോട്ടും സൂട്ടും ഇട്ട് അങ്ങോട്ട് മാറി അഹങ്കാരത്തിന്റെയും മാടമ്പിത്തരത്തിന്റെയും മേൽക്കോയ്മയിലായിരിക്കും നമ്മൾ ഉണ്ടാകുക. പക്ഷെ അള്ളാന്റെ റസൂൽ ആരെന്നറിയോ? മസ്ജിദുൻ നബവിയിലെ ഇമാമാണ്, ഖത്തീബാണ്, ഖാദിയാണ്, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത ചക്രവർത്തിയാണ്, ഇസ്ലാമിക സൈന്യത്തിന്റെ സർവ്വ സൈനാധിപനാണ്. എല്ലാ അലങ്കാരങ്ങൾക്കും പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളിൽ പ്രവാചകനേക്കാൾ ഉത്കൃഷ്ടമായി ഒരു സൃഷ്ടിയും ഇല്ല. അത്ര ഉന്നതനായ പ്രവാചകനാണ്. ഭാര്യയുടെ എത്ര ക്ലോസ് ആട്ടോ, അത്ര ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ പറയാം. ആയിഷ ബീവി പറയാണ്, ഞാനൊരു പാത്രത്തിൽ വെള്ളം കുടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രം വാങ്ങിയിട്ട് ഞാൻ എവിടെയാണോ ചുണ്ട് വെച്ചത് അവിടെ തന്നെ വെച്ച് നബി തങ്ങൾ കുടിക്കും.
എവിടെയാണോ ഞാൻ ചുണ്ടുവെച്ച് വെള്ളം കുടിച്ചത് അവിടെ തന്നെ നബിതങ്ങളും ചുണ്ടുവെക്കും. അത്രയും ബന്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാണ്. ഞാനൊരു ഇറച്ചി എടുത്ത് കടിച്ചിട്ട് വെച്ചാൽ ഞാൻ കടിച്ചെടുത്താണ് നബിതങ്ങൾ കടിക്കുക. അങ്ങോട്ട് മാറ്റിയിട്ട് ഓള് കടിച്ചല്ലേ എന്ന് മാറ്റിക്കളാ. അതായിരുന്നു ബന്ധം, അതായിരുന്നു ഇൽഫത്ത്, അതായിരുന്നു പ്രവാചകന്റെ ആ ഭാര്യമാരോടുള്ള ബന്ധം. അതുകൊണ്ടല്ലേ പ്രവാചകന്റെ വഫാത്ത് താങ്ങാൻ കഴിയാതെ പ്രവാചക പത്നിമാര് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ചോദിച്ചവരോടൊക്കെ സങ്കടം കൊണ്ട് കരഞ്ഞ പ്രവാചക പത്നിമാരെ നമ്മൾ കാണുന്നത്. അത്രയും ആത്മബന്ധമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഒരു പ്രവാചകനെ ഒന്ന് ഓർത്ത് നോക്കൂ. പള്ളിയിൽ ഇരുന്നാൽ പോലും ആയിഷ ബീവി ആർത്തവക്കാരിയാകുമ്പോൾ പള്ളിയിൽ കിടക്കുന്ന പ്രവാചകൻ തല ഇങ്ങോട്ട് വെച്ച് ആയിഷ ബീവിയുടെ മടിയിൽ തലവെക്കും. ഞാനിങ്ങനെ പ്രവാചകന്റെ തല വാർന്നു കൊടുക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധത്തെക്കുറിച്ച് പറയാണ്. ഇനി മാത്രമല്ല, ആയിഷ ബീവി അടുത്ത് വന്നൊരു സ്വഹാബി ചോദിക്കാണ് ആയിഷ ബീവിയോട്, മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്റഉ ഫീ ബൈതിഹി. അല്ല ആയിഷമ്മ, നബിതങ്ങൾ വീട്ടു ജോലിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? വീട്ടിലെന്തെങ്കിലും പണിയെടുക്കാറുണ്ടായിരുന്നോ? ആയിഷ ബീവിയുടെ മറുപടി എന്താണ്? കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി ഫഇദാ ഹളറത്തി സ്വലാത്തു യതവല്ലഉ വയഖ്റുജു ഇല സ്വലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ ജോലിയൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരും. ഞങ്ങളോടൊപ്പം ഉണ്ടാകും പ്രവാചകൻ. നോർത്ത് നോക്ക്, ഞാനും നിങ്ങളും ഒക്കെ ഓർക്കേണ്ടതാണ്. ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും നമ്മുടെ ഭാര്യയെ കിച്ചണിൽ പോയി ഹെൽപ്പ് ചെയ്ത് എത്ര ആളുണ്ടാവും? നമുക്കിഷ്ടം പോലെ പണികളുണ്ടെന്ന് നമ്മൾ പറയലാണ്. പണി അങ്ങനെ പറയാം, ഞാനും പറയും, നിങ്ങളൊക്കെ പറയും ഇഷ്ടംപോലെ പണിയുണ്ട് എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ, പ്രവാചകൻ പറയും ഒരു പണിയില്ലാത്ത വെറുതെ കുത്തിയിരുന്ന ഒരാളെന്നല്ലേ ആണോ? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും വഹി ഇറങ്ങുന്നു, വഹി പഠിപ്പിച്ചു കൊടുക്കുന്നു. മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളും സായുധമായ പ്രവർത്തനങ്ങൾക്ക് ബന്ധപ്പെടുന്നു. എല്ലാത്തിലും ബന്ധപ്പെടുമ്പോൾ തന്നെയും അവിടുത്തെ വീട്ടിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണിയെടുക്കുന്നു. പോരാ, നിസ്കാരത്തിന്റെ സമയമായാൽ ഒളുവെടുക്കും, നബി തങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി ചെയ്യും. ഇനി ആയിഷ ബീവി പറഞ്ഞൊരു വാക്ക് കൂടി ചേർത്ത് വെക്കാൻ ഞാൻ, കാന യഖീതു സൗബഹു വയഖ്സിഫു നഅലഹു വയഅമലു മാ യഅമലു റിജാലു ഫീ ബുയൂതിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വന്തം വസ്ത്രം തുന്നുമായിരുന്നു. നമുക്കൊരു ബട്ടൺ പിടിപ്പിക്കണമെങ്കിൽ ആര് വേണം അല്ലേ? നമ്മളെ കുപ്പായത്തിലൊരു ബട്ടൺ വിട്ടുപോയാൽ അപ്പ വിളിക്കും, ഏയ് ഓരോരുത്തരും പിള്ളേരുടെ ശൈലി ഞാൻ പറയാം, ആയിഷ അല്ലെങ്കിൽ ഖദിയ എവിടെ, എന്നിട്ട് വന്നാ എന്തേ ഞാൻ കുപ്പായത്തിന്റെ ബട്ടൺ പൊട്ടിയിരിക്കണ്ടില്ലേ ജി, അന്ന് ഉതുണിക്കളി. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വെറുതെ അല്ലട്ടോ, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ നിങ്ങൾ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വെറുതെ അല്ല. അവിടുത്തെ വസ്ത്രം പ്രവാചകൻ തുന്നും. പോരാ, വയഖ്സിഫ്ന അലഹു, അവിടുത്തെ ചെരുപ്പെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും നബിതങ്ങൾ അവിടുന്ന് കുത്തിത്തുന്നുമായിരുന്നു. സാധാരണ പുരുഷന്മാരൊക്കെ വീടുകളിൽ ചെയ്യുന്ന പണി നബിതങ്ങളും എടുക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രവാചകൻ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചതിനുള്ള മറുപടികളാണ് ഈ കേൾക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന മിൻ അഅ്ളമിൽ ഉമൂരി അജ്റൻ അൻ നഫഖത അലൽ അഹ്ൽ. ശരിക്കും പഠിച്ചോളണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ അഅ്ളമിൽ ഉമൂർ അജ്റൻ, തീർച്ചയായും പ്രതിഫലത്തിൽ ഏറ്റവും മഹത്തായ കാര്യം അൻ നഫഖത അലൽ അഹ്ൽ, സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കലാണ്. അത് പൈസ എണ്ണി കൊടുക്കൽ മാത്രമല്ല കേട്ടോ, എൻ്റെ സമയം സ്പെൻഡ് ചെയ്യാൻ, എൻ്റെ സാന്നിധ്യം സ്പെൻഡ് ചെയ്യാൻ. അതാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അമൽ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാനത് വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പെട്ടെന്ന് പറയാൻ. ആയിഷ ബീവി പറയാണ്, ഞാനും നബിതങ്ങളും കൂടി യാത്ര ചെയ്യാൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് യാത്ര ചെയ്യാൻ. പലപ്പോഴും പ്രവാചകന്റെ യാത്രകളിൽ നറുക്കിട്ടിട്ടാണ് എന്ത് ചെയ്യുക, ഭാര്യമാരെ നിശ്ചയിക്കാം, ഏതെങ്കിലും ഒരാൾ കൂടെ പോരണം. അങ്ങനെ ചില യാത്രകളിലൊക്കെ ഞാനും പ്രവാചകന്റെ ഒപ്പം പോയിട്ട് അതിൽ ഒന്ന് രണ്ട് അനുഭവങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും നബിതങ്ങളും കൂടി യാത്ര ചെയ്യാൻ. ആ സമയത്ത് ഞാൻ ചെറുതാണ്, അപ്പൊ ആദ്യകാലത്തെ യാത്രയാണെന്ന് മനസ്സിലാക്കാം. അന്ന് എനിക്ക് മാംസം കുറവായിരുന്നു. ആയിഷയുടെ വാക്കാട്ടോ, ഞാൻ പറഞ്ഞല്ല. വാന ജാരിയത്തുൻ ലം അഹ്മിലിൽ ലഹ്മ, ഞാനന്ന് ചെറിയൊരു പെൺകുട്ടിയായിരുന്നു, എനിക്കന്ന് മാംസം കുറവാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് തടി കുറവാണ്. അങ്ങനെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അവിടുത്തെ അനുയായികളോട് പറഞ്ഞ് ഇഖ്ദമു ഇഖ്ദമു, നിങ്ങളൊക്കെ മുന്നേ പോ, നിങ്ങളൊക്കെ മുന്നിൽ പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ ഫതഖദ്ദമു, അവരെല്ലാവരും മുന്നിലേക്ക് പോയി, പ്രവാചകന്റെ കൂടെയുള്ളവരൊക്കെ മുന്നിൽ പോയി. ആയിഷ ബീവി പറയാണ്, ഞാനും പ്രവാചകനും പിന്നിലാണ്. അപ്പൊ ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ആയിഷ തആലി, വരി, നമുക്ക് എന്ത് ചെയ്യാം, ഹത്ത ഉസാബിഖക, നമുക്കൊരു മത്സരം നടത്തിയാലോ, നമുക്ക് രണ്ടാൾക്കും പാടെ ഒരു മത്സരം നടത്താം. എന്താ മത്സരം? നമുക്കൊന്ന് ഓടാം, മുന്നേ പോകണ്ട, അവരൊക്കെ മുന്നിൽ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കൂടെ ഓടാം, ആരാണ് ആദ്യം അവിടെ എത്തുക. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ കാണുമ്പോഴേ കേൾക്കുമ്പോഴേ അത്ഭുതം തോന്നുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അവിടെയാണ് നമ്മൾ നമ്മുടെ ഭാര്യമാരും തമ്മിലുള്ള ബന്ധത്തെ അറിയേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചോദ്യമാണ്. ആയിഷ പറയാ, റെഡി, ഞാൻ റെഡിയാണ്, എന്നാ ഓട്. ഓടി. ആ ഓട്ടത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ വിജയിച്ചു. ഫസബഖതു, ഞാൻ വിജയിച്ചു, നബിതങ്ങളുടെ ഓട്ടത്തിൽ ഞാൻ തോൽപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കുറെ കാലത്തിന് ശേഷം നടന്നൊരു സംഭവത്തെക്കുറിച്ച് ആയിഷ ബീവി ചേർത്ത് പറയാണ്. അങ്ങനെ മറ്റൊരു യാത്രയിൽ ഇതുപോലെ അന്ന് എനിക്കൊരു പ്രത്യേകതയുണ്ട്. ആയിഷ ബീവി പറയാണ്, ഇദാ ഹമൽതുൽ ലഹ്മ, ഞാൻ അന്ന് കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ ഇവരോടൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എല്ലാവരും മുന്നേ പോയി. ആയിഷയോട് ചോദിച്ചപ്പോൾ ഓടല്ലേന്ന്. ആയിഷ പറഞ്ഞു, ഞാൻ ഓടാം. ശരി. അങ്ങനെ ഞാൻ ഓടി. അങ്ങനെ ഓടിയപ്പോൾ ഫസബഖനി, ഞാൻ കുറച്ച് മാംസമൊക്കെ വന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓടാൻ കഴിഞ്ഞില്ല. ആയിഷ ബീവി പറയാണ്, അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു, നേരത്തെ എത്തി, ഞാൻ തോറ്റുപോയി. എന്നിട്ട് പ്രവാചകൻ ചെയ്ത പണി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആയിഷ ബീവി പറയാണ്, ഫജഅല യദ്ഹഖു, നബിതങ്ങൾ ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വഹുവ യഖൂൽ, അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി ബിതിൽക, മുമ്പ് ജന്നത്ത് ഒപ്പിച്ചില്ലേ, അതിനുള്ള പകരായിട്ട് കൂട്ടിക്കളി കേട്ടോ. ഓ, എന്താണ് ഈ ബന്ധം? നമ്മളൊക്കെ എവിടെ നിൽക്കുന്നതെന്ന് ആലോചിക്കാൻ പറ്റും അല്ലേ? നമ്മളെ ഭാര്യമാരുമായിട്ട് നമുക്കെന്ത് ബന്ധമാണുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ രൂപത്തിൽ ഒന്ന് കൂടെ കൊണ്ടുപോകാൻ പോലും അല്ലേ പലപ്പോഴും ആളുകൾക്ക് മടിയാണ്. കൂടെ പോയാൽ നമ്മൾ വേറെ ആയിരിക്കും, ഓല് വേറെ ആയിരിക്കും. കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ പോലും നമുക്ക് മടിയാണ്. ആരെങ്കിലും കണ്ട എന്താ കാട്ടാ, എനിക്ക് അടിച്ചോണ്ട് പോകണമല്ലല്ലോടോ, എൻ്റെ ഭാര്യയല്ലേ, ഏറ്റവും ചേർത്ത് നിർത്തേണ്ടതല്ലേ നിന്റെ ഭാര്യയെ? അത്രയും ബന്ധം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണത്. അവിടെ നിന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഒരിക്കൽ ഒരു സന്ധ്യസമയമാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ഭാര്യ ഇങ്ങനെ മുഖം മൂടിയിട്ടുണ്ടായിരുന്നു. അതവർക്ക് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സംഗതി കൂടിയാണ്. ആ സമയത്ത് രണ്ടാളുകൾ അടുത്തുകൂടി നടന്നുപോയി അല്പം മുന്നോട്ട് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. എന്നിട്ട് സൊഫിയ ബീവിയുടെ മുഖം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ഭാര്യ കേട്ടോ, ഇതെന്റെ ഭാര്യയാണ്. അപ്പൊ പറഞ്ഞു, നബിയെ ഞങ്ങളതിനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ റസൂല പറഞ്ഞത്, ഞാനിങ്ങനെ പോകുമ്പോൾ, നിങ്ങളുടെ അടുത്ത് കൂടി പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിശാച് നിങ്ങളുടെ അടുത്ത് വന്ന് ചിലപ്പോൾ ചോദിക്കാം, എന്ത് നിങ്ങളുടെ ഉള്ളിൽ തെറ്റിദ്ധാറിട്ട് തരാം, ആരായിരിക്കും നബീന്റെ കൂടെ പോയത്? അതുണ്ടാവാതിരിക്കാൻ ചെയ്താണ്. അവിടുന്ന് എപ്പോഴും അങ്ങനെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവം ഇത്രയും ഉന്നതം. പ്രവാചകന്റെ വീട്, പ്രവാചകൻ അവിടുത്തെ ഭാര്യമാരോടൊപ്പം. ഒറ്റ വാക്കുകൂടി പറയാൻ ഞാൻ, സഫിയ ബീവി പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ ബീവിക്ക് കുതിരപ്പുറത്തേക്ക് കയറാൻ പ്രയാസമുണ്ടപ്പോൾ അവിടുത്തെ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അതിൽ ചവിട്ടി കയറിക്കോളി എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കയ്യിൽ ചവിട്ടിയിട്ടാണ് സഫിയ ബീവി പിന്നെ കുതിരപ്പുറത്തേക്ക് കയറിയത് എന്ന്, ഒട്ടകപ്പുറത്ത് കയറിയത് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത. അവിടുന്ന് കുടുംബത്തോട് എങ്ങനെയായിരുന്നു, അവിടുത്തെ ഭാര്യമാരോട് എങ്ങനെയായിരുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരെണ്ണം കൂടി മാത്രം ഞാൻ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. അവിടുത്തെ സംസാരത്തിൻ്റെ പ്രത്യേകതയും, അവിടുന്ന് സംസാരിച്ചാൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ സ്പീഡിൽ സംസാരിക്കുന്ന പ്രകൃതമായിരുന്നില്ല റസൂലുള്ളാഹിൻ്റെത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒറ്റ വാക്ക് മാത്രം, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്റുദു സറദകും ഹാദാ വലാകിൻ കാന യതകല്ലമു ബികലാമിൻ ബയ്യിനിൻ ഫസ്ലിൻ യതഹഫ്ഫളുഹു മൻ ജലസ ഇലൈഹി. നിങ്ങൾ സംസാരിക്കുന്നത് പോലെ സ്പീഡിൽ നബി തങ്ങൾ സംസാരിക്കുമായിരുന്നില്ല. അവിടുന്ന് സംസാരിക്കുന്നത് വളരെ വ്യക്തമായ രൂപത്തിൽ, കേൾക്കുന്ന ആളുകൾക്ക് മനഃപ്പാഠമാക്കാൻ പറ്റുന്ന രൂപത്തിൽ മുറിച്ചായിരുന്നു അവിടുന്ന് സംസാരിച്ചിരുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആവശ്യമില്ലാത്തൊരു വാക്കും അവിടുത്തെ നാവിൽ നിന്ന് വന്നിട്ടില്ല. അനാവശ്യമായ വർത്തമാനങ്ങളൊന്നും അവിടുന്ന് നടത്തിയിട്ടില്ല. ഏറ്റവും നല്ല വർത്തമാനങ്ങൾ, ഏറ്റവും മധുരമായ വർത്തമാനങ്ങൾ, എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന വർത്തമാനങ്ങൾ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി 3 പ്രാവശ്യം അത് മടക്കി പറയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഉന്നതമായ സംസാര ശൈലി, അതൊരു പ്രത്യേകതയാണ്, ഒരാളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണത്. വെറുതെ അടിച്ചുവിട്ടു പോകലല്ല, ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കാര്യങ്ങളെ വിലയിരുത്തി കൃത്യമായി മുറിച്ച് ബോധ്യപ്പെടുത്തി സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ഭാഗത്തേക്കും തിരിയണം. റസൂലുള്ളാഹിന്റെ സഹാബത്തിനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു, ഖാദിമീങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു, അവിടുത്തെ സന്താനങ്ങളോട് എങ്ങനെയായിരുന്നു, അവിടുത്തെ പേരക്കുട്ടികളോട് എങ്ങനെയായിരുന്നു, ഇങ്ങനെ തുടങ്ങി പ്രവാചക ജീവിതത്തെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോഴേ നമ്മളെ ജീവിതത്തിലും കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സദഖയാണ്. നമ്മളെല്ലാവരും അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിക്കണം, നല്ല രൂപത്തിൽ സദഖ നൽകണം. നിർത്തുന്ന അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.